നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ്. പാർട്ണർഷിപ്പ് ഫോമിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. സാധാരണഗതിയിൽ ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ എന്ത് പ്രിപ്പയർ ചെയ്യും? ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? അപ്രോപ്രിയേറ്റ് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക, പാർട്ട്നേഴ്സിൻ്റെ സാലറി കൊടുക്കുക, പാർട്ട്നേഴ്സിൻ്റെ കമ്മീഷൻ കൊടുക്കുക. ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും അവരുടെയുള്ള ശരിക്കുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് ആയിരിക്കും കൊടുക്കും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ നോക്കാം, പ്രോഫിറ്റ് ലെസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. 4 കോളങ്ങളാണുള്ളത്. ഒരു പർട്ടിക്കുലർസ് കോളം, എമൗണ്ട് കോളം, പർട്ടിക്കുലർസ് കോളം, എമൗണ്ട് കോളം. ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പർട്ടിക്കുലർസ് കോളം 2 പർട്ടിക്കുലർസ് കോളവും ഒരേ വലുപ്പത്തിൽ വരയ്ക്കുക. എമൗണ്ട് കോളം ചെറിയ 2 കോളാണ്, അത് എമൗണ്ട് എഴുതാനുള്ള കോളാണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റിൽ തന്നെ വൃത്തിയിൽ തന്നെ വരയ്ക്കുക. ഇവിടെ നോക്കാം, ഇവിടെ ഡെബിറ്റാണ്, ഇവിടെ ക്രെഡിറ്റ് സൈഡാണ്. നമുക്കിങ്ങനെ പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തെടുത്ത് എഴുതാം? പ്രോഫിറ്റ് എടുത്ത് എഴുതാം. പ്രോഫിറ്റ് ലെസ് അക്കൗണ്ട് നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് ഇവിടെ എടുത്ത് എഴുതാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ബിസിനസ് സ്ഥാപനം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടി എഴുതിയാൽ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ലെസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ എമൗണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ഈ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നാണ് എന്തൊക്കെ കൊടുക്കുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അത് 2 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എയും ബിയും ഉണ്ടെങ്കിൽ എൻ്റെയും ബിൻ്റെയും ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ എഴുതാം. പാർട്ട്നേഴ്സ് സാലറി, എയും ബിൻ്റെയും പാർട്ട്നേഴ്സ് സാലറി ഉണ്ടെങ്കിൽ അത് എഴുതാം. പാർട്ട്നേഴ്സിൻ്റെ സാലറി, പിന്നെ പാർട്ട്നേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്. ഇനി മാനേജേഴ്സിന് എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ചിലപ്പം ഇവിടെ വരും, മാനേജേഴ്സിൻ്റെ കമ്മീഷൻ. ഇനി ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും ആരെ അക്കൗണ്ടിലേക്ക് മാറ്റാം? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാം. ഇതാണ് ശരിക്കുള്ള പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് പറയുന്ന റേഷ്യോയിൽ, ഇപ്പം 2:3 ആണ് പറയുന്നതെങ്കിൽ ആ റേഷ്യോയിൽ എന്ത് ചെയ്യും? ഓരോരുത്തരുടെ എയുടെ ക്യാപിറ്റലിലേക്കും ബിൻ്റെ ക്യാപിറ്റലിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുക. ഇതാണ് ഒരു പ്രോഫിറ്റ് ലെസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഒരു പ്രോബ്ലത്തിലേക്ക് പോകാനാണെങ്കിൽ, സുഹൈൽ ആൻഡ് മഹാം പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 5:3. 5:3 ആണ് ഷെയറിംഗ് റേഷ്യോ. 5:3 എന്ന് പറയുമ്പോൾ 5/8, 3/8 വരും. നോക്കാം, 5:3 ആണ്. ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രൊവൈഡഡ് ദാറ്റ് സുഹൈൽ വാസ് ടു ബി പെയ്ഡ് സാലറി 1,500 പെർ മന്ത്. നോക്കാം, പെർ മന്ത് ആണ്. പെർ മന്ത് സാധാരണ ഓരോ വർഷം കൂടുമ്പോഴാണ് ഫൈനൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പെർ മന്ത് എന്ന് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു 12, 12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. എന്നാൽ ആരെ സാലറി കിട്ടും? സുഹൈലിൻ്റെ സാലറി കിട്ടും. എൻ്റെ മഹാം വാസ് ടു ബി ഗെറ്റ് എ കമ്മീഷൻ ഓഫ് ₹12,000 പെർ ഇയർ. മഹാമിന് കിട്ടുന്നത് കമ്മീഷൻ 12,000 പെർ ഇയർ ആയതുകൊണ്ട് അതങ്ങനെ തന്നെ ഇടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി അലൗഡ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4% പെർ ആനം. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 5% പെർ ആനം. ഇനി നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ സുഹൈൽസ് ഡ്രോയിങ്സ് വാസ് ₹1,800. പിന്നെന്താ തന്നത്?
ഇൻട്രസ്റ്റ് ഓൺ സുഹൈലിൻ്റെ ഇൻട്രസ്റ്റ് നേരിട്ട് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് അല്ല തന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് തന്നത്. ഇൻട്രസ്റ്റ് ഓൺ സുഹൈൽസ് ഡ്രോയിങ്സ് നേരിട്ട് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് തരികയാണെങ്കിൽ നിങ്ങൾ 5% വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ മനഃപൂർവ്വം തെറ്റിക്കാനാണ്. നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 1800 ആൻഡ് മഹാൻ ഡ്രോയിങ്സ് 1200. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരില്ല. ക്യാപിറ്റൽ ഓഫ് ദ സുഹൈൽ 1,40,000. ഇതെന്ത് ചെയ്യണം, ഇതിൻ്റെ എത്ര വേണ്ടി വരും? ഇതിൻ്റെ 4% കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. മഹാമിൻ്റെത് 1 lakh ആണ്, 1 lakhൻ്റെ 4% കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ദ ഫേം ഏൺഡ് പ്രോഫിറ്റ് 75,000. 75,000 രൂപയായിരുന്നു പ്രോഫിറ്റ് ഫോർ ദി ഇയർ 31st March 2019. നിങ്ങളോട് പറയുന്ന പ്രിപ്പയർ പ്രോഫിറ്റ് ലെസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓഫ് ദ ഫേം. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ലെസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കുക. 4 കോളം ഉണ്ടാവും. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ആദ്യം എന്ത് ചെയ്താൽ 75,000 എഴുതുക. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആദ്യം 75,000 ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800 1,200 എടുത്ത് എഴുതാം. അപ്പം ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ഈ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നാണ് എന്തൊക്കെ കൊടുക്കേണ്ടത്? കമ്മീഷൻ കൊടുക്കണം, സാലറി കൊടുക്കണം ഇൻറ്റു 12, 1,500 ഇൻറ്റു 12. പിന്നെ എന്താ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. 1,40,000ൻ്റെയും 1 lakhൻ്റെയും എത്ര പെർസെൻറ്റേജ്? ഇൻട്രസ്റ്റ് ഓൺ 4%. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് 5:3 പ്രകാരം എന്ത് ചെയ്യണം? അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്യാൻസറിലേക്ക് പോവാം, നോക്കാം. പ്രോഫിറ്റ് ലെസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് സുഹൈൽ ആൻഡ് മഹാൻ പ്രോഫിറ്റ് ലെസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2019. ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തത്. നിങ്ങൾ എന്ത് കൊടുത്താലും പ്രശ്നമില്ല, പെർട്ടിക്കുലേഴ്സ് കൊടുത്താലും പ്രശ്നമില്ല. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇവിടെ നോക്കാം. ആദ്യം എന്തെടുത്ത് എഴുതുക? പ്രോഫിറ്റ് എടുത്ത് എഴുതി. 75,000 എടുത്ത് എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡയറക്റ്റായിട്ട് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്, അടുത്ത് എഴുതി. അപ്പോൾ എന്ത് കിട്ടി? ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി, 78,000 കിട്ടി. ഇനി അതെന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം. സാലറി ഞാൻ പറഞ്ഞിട്ടുണ്ട് 1,500 ഇൻറ്റു 12 18,000 കിട്ടി. മഹാമിൻ്റെത് കമ്മീഷനാണ്, ഒരുമിച്ച് എഴുതിയതാണ്. സാലറി ആൻഡ് കമ്മീഷൻ മേലെ കൊടുത്തിട്ടുണ്ട് 12,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1,40,000 4% 5,600. മഹാമിൻ്റെത് 1 lakhൻ്റെ 4% 4,000. ഇപ്പം ബാക്കി വരുന്ന എമൗണ്ട് ഈ 78,000 ഇത് മൊത്തം കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും. അതാണ് 38,400 എന്ന് പറയുന്നത്. അതിൻ്റെ 5/8 സുഹൈലിന് കിട്ടും. അപ്പം 24,000 കിട്ടും. മഹാമിന് 38,400ൻ്റെ 3/8 കിട്ടും. അതാണ് 14,400. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.